ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കുറച്ച് ലോങ് ഡിസ്റ്റൻസാണ്. അതുകൊണ്ട് നമ്മളിന്ന് ഒരൊറ്റ വണ്ടി എടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ കൂടെ ലിയാമുണ്ട്. ലിയാമിനെ കൊണ്ട് 2 വണ്ടി പോകാൻ ഇച്ചിരി പണിയാണ്, അവൻ ഉറങ്ങിപ്പോകും. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ റൈഡ് ഒരു 25 കിലോമീറ്റേഴ്സോ വൺ സൈഡ് ഉണ്ടായുള്ളൂ. പക്ഷേ അവിടെ എത്താറായപ്പോഴേക്കും പുള്ളി ഭയങ്കര ഉറക്കം, ഭയങ്കര ക്ഷീണം, പുള്ളി ആകെ മൂച്ചാട്ടയൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി അവൻ ഇങ്ങോട്ട് അത്ര ദൂരം പോകാൻ പറ്റുന്നില്ല. സോ നമ്മളിന്ന് വിചാരിച്ചു ഒറ്റ ബൈക്ക് എടുക്കാം. ഞാനാണെങ്കിൽ പില്ലിയനായിട്ട് ഇരുന്നിട്ട് കുറച്ച് നാളായി, പിന്നെ ഇവിടെ നിന്ന് ചോദിക്കാമെന്ന് വെച്ചിട്ട് നമ്മളിന്ന് സൂപ്പർ മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റോഡ് ഹുസൂർ സൈഡിലേക്ക് നമ്മൾ പോകുന്നത്, തമിഴ്നാട്. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഹുസൂറിൽ നിന്ന് നമുക്ക് തളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. തളി കഴിഞ്ഞിട്ട് നമ്മൾ ആ വഴി എവിടെയൊക്കെ പോകാൻ പറ്റുമോ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു 3 സ്റ്റോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹുസൂർ വഴി പോയിട്ട് തളിയിൽ ഇറങ്ങണം. തളിയിൽ ഈ പറഞ്ഞ മഴയത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും ഒരു പിടിയില്ല. പിന്നെ വരുന്ന സ്ഥലം ഇതാണ് തേൻകനിക്കോട്ട. അവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല. എന്തായാലും പോണ വഴി ഒരു നല്ല സീനിക് ഏരിയ ആണ്, അതും എടുക്കണം. പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം പഞ്ചപ്പള്ളി ഡാം, അവിടെ ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഈ 3 ഡെസ്റ്റിനേഷൻ കരുതിയാണ് നമ്മൾ പോകുന്നത്. മഴ നമ്മളെ ചതിക്കുമെന്നറിയില്ല, എന്തായാലും പോയി നോക്കാം. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. ഏത് റൂട്ടാണെന്നറിയോ? ഏത് റൂട്ടാണെന്നറിയോ? ഏത് റൂട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബോർഡൊന്നും കാണുന്നില്ല, കന്നഡ വായിക്കാൻ അറിയില്ല. കന്നഡ വായിക്കാൻ അറിയില്ല. കന്നഡ കുറച്ച് അറിയാം, പറയുന്നത് കേട്ടാൽ മനസ്സിലാവും. വായിക്കാൻ അറിയില്ലല്ലോ. വായിക്കാൻ ഒട്ടും അറിയില്ല, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും. തിരിച്ചു പറയാൻ കുറച്ചൊക്കെ പറയാം. ഞാൻ നോഹയുടെ കൂടെ കുറച്ച് പഠിച്ചിരുന്നു, അക്ഷരങ്ങളൊക്കെ അത്യാവശ്യം വായിക്കുകയായിരുന്നു. പക്ഷേ പിന്നെ വിട്ടു, അവൻ തന്നെ ആയപ്പോൾ പിന്നെ ഞാൻ വിട്ടു. ഇനിയിപ്പോൾ ലിയാമിൻ്റെ കൂടെ പഠിക്കും. അടുത്ത കൊല്ലം തുടങ്ങും. അറിയാണോ? ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിലൊന്നുമില്ല, അറിയാൻ പാടില്ല ഉറങ്ങുവാണ്. എനിക്ക് ഫീൽ ചെയ്യുന്ന ഉറങ്ങായിട്ടാണ്. പക്ഷെ ചിലപ്പോൾ പുള്ളി അങ്ങനെ പെട്ടെന്ന് ഉറങ്ങണ മുതലൊന്നും അല്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഉറങ്ങില്ല പുള്ളി. പുള്ളി ആഴ്ച കണ്ട് ഇങ്ങനെ ഇരിക്കും. നല്ല ക്ലൈമറ്റ് ആണോ, റൈഡ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ്. മഴ കുട്ടിയുള്ളത് കൊണ്ടാണ് മഴ നമുക്കൊരു വില്ലനായി മാറുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പോകാൻ പറ്റിയ ക്ലൈമറ്റ്. നല്ല ചെറിയ ബൈക്ക് റൈഡിൻ്റെ പറ്റിയൊരു നല്ല അത്യാവശ്യം കാറ്റ്, തണുപ്പ് എല്ലാം. റോഡ് കൂടെ നല്ലതാണെങ്കിൽ അടിപൊളിയാണ്. ഈ കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റിൽ കുറേ കൾട്ടിവേഷൻസ് ഉണ്ട്. നമ്മളീ പോകുന്ന തളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്ലോട്ടിക്കൾച്ചറിൻ്റെ മെയിൻ ഏരിയ, ഈ ഹുസൂറും ആ ഒരു ഏരിയ ഒക്കെ ഫ്ലവർ കൾട്ടിവേഷൻ്റെ മെയിൻ സ്ഥലം. അതിൽ തളിക്ക് ഒരു പ്രത്യേകത കൊണ്ട് റോസിൻ്റെ മെയിൻ സ്ഥലം, റോസ് ഫ്ലവർ, റോസാപ്പൂ കൾട്ടിവേഷൻ. പല തരത്തിലുള്ള പല നിറത്തിലുള്ള ഒത്തിരി ഫ്ലവേഴ്സിൻ്റെ ഗാർഡനും ഫ്ലവേഴ്സിൻ്റെ ഫീൽഡൊക്കെയുള്ള ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട് തളിയിൽ. ഒരു സൈഡിൽ കൂടെ പോയാൽ ഫുൾ അത് തന്നെയാന്ന് പറഞ്ഞത്. കാണാൻ പറ്റുമെന്നുള്ളത്. അതെ, നമ്മളിപ്പോൾ പോണത് അത്തിപ്പള്ളി ആനേക്കൽ റോഡാണിത്. നമുക്ക് ഈ പോകുന്ന റോഡ് അത്ര അടിപൊളിയല്ല, ഫുള്ള് ഹമ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മളാദ്യം വിചാരിച്ചു നമ്മൾ ഹുസൂർ ചെന്നിട്ടായിരിക്കും തിരികെയാന്ന്. പക്ഷെ അല്ല, അതിന് മുമ്പ് നമ്മൾ ഇതിൽ വേറെ വഴി കാണിച്ചു. അങ്ങനെ നമ്മൾ ആ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലുള്ളൊരു ചെറിയ ഗ്രാമമാണ് ഈ തളി എന്ന് പറയുന്ന സ്ഥലം. ഈ തളിക്ക് മറ്റൊരു പേരാണ് ലിറ്റിൽ ഇംഗ്ലണ്ട് ഓഫ് തമിഴ്നാട്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അവരുടെ നാട്ടിലെ പോലെ നല്ല തണുപ്പും നല്ല പച്ചപ്പുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ നാടിന് അങ്ങനെ ഒരു പേര് വന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 90 മീറ്ററോളം ഉയരത്തിലാണ് നമ്മൾ ഈ നിൽക്കുന്ന തളി എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് വർഷം മുഴുവൻ ഒരു നല്ല കാലാവസ്ഥയായിരിക്കും ഇവിടെ അനുഭവപ്പെടുക. തണുപ്പ് കാലത്താണെങ്കിൽ നല്ല മഞ്ഞ് മൂടിയ പ്രദേശമായിരിക്കും ഇവിടെ മൊത്തം. റോഡിന്റെ ഇരുവശമുള്ള മരങ്ങളും ചെറിയ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. റൈറ്റ് എടുക്കല്ലേ? ആയുർ എക്കോ ടൂറിസം ലെഫ്റ്റോട്ട് സോറി റൈറ്റോട്ട്. തളി ബസ് സ്റ്റാൻഡ് ഒരു 5 കിലോമീറ്റർ, സോറി 0.5 കിലോമീറ്റർ. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് താഴേക്ക് ഇറങ്ങി. ഈ എതിർക്കൂടിയാണ് എടുക്കേണ്ടതെന്ന് വലിയ പിടിയൊന്നും കിട്ടുന്നില്ല. നമ്മൾ കാണിക്കുന്ന വഴി കൂടെ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കയറി വെക്കുക. ഭയങ്കര ചെറിയ റോഡാണ്. നമുക്ക് ലേക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടുള്ള എൻട്രി എവിടെയാണെന്ന് കിട്ടിയില്ല. ഫുൾ ഹമ്പാണല്ലോ ഇവിടെ ഒക്കെ ഇതാണല്ലോ. അതല്ല, അത് നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ടില്ലേ ഒരു എന്ത് ചെറിയ വീട് അല്ലേ, പഴയ വീടുകൾ, പണ്ടത്തെ ആ തറയൊക്കെ ഉള്ള വീട് ഫ്രണ്ടില് കെട്ടിയേക്കുന്നു. അതോടൊപ്പം പുതിയ വീടുകളും ഉണ്ട്, 2 തരം വീടുകൾ. ലേക്കിലോട്ട് എപ്പടി പോക മുടിയും? ലേക്ക് 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 இல்லையா? மெயினூர் சொல்லுங்க. மெயினூர் அல்ல லேக்கிലേക്ക് எப்படி വെള്ളം മറന്നല്ലോ. அப்படிங்களா? அங்க போங்க. டெகின் கோட்டை. டெகின் கோட்டை இல்ல, ഈ വെള്ളമില്ല, തണ്ണി தண்ணியா? அங்க அங்க போங்க. அங்கேயா? தண்ணி போட்டுங்களா? அங்க போங்க. ഓക്കെ സാർ. ഓ വൈ ഫൈനലി വി എത്തി. ഓ ഇവിടെയാണ്, ഇതാണ് സംഭവം. ഓക്കെ, നമ്മളിത് മിസ്സായി. അങ്ങോട്ട് പോയപ്പോൾ ചെറുതായിട്ട് തോന്നിയവ, പക്ഷെ ഗൂഗിൾ നമ്മൾ ഈ വഴി എടുക്കാൻ സമ്മതിച്ചില്ല. ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു തളി ലേക്ക്. അത് നോക്കാം, നിക്ക്. ഓ എന്താ കാറ്റ്. ഇതൊക്കെ ഭയങ്കര ആഴമുള്ള ലേക്ക്, അത് കാരണം ഇവിടെ അധികം ആൾക്കാർ ഇറങ്ങില്ലെന്ന് തോന്നുന്നു. ചെറിയ ഒരു കല്ലൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. നമ്മൾ വന്ന ആ വഴിയാണേ, ആ വണ്ടി പോണ വഴി. ഒത്തിരി നന്നാക്കാവുന്ന സ്ഥലം ഭയങ്കര മോശമാക്കിയിട്ടേക്കണല്ലേ. അല്ലേ അവന് വെള്ളത്തിലിറങ്ങണോ? വെള്ളത്തിലിറങ്ങണോ? വേണ്ട, നമുക്കത് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഭയങ്കര ഒരു ഒന്ന് വൃത്തിയാക്കിയാലുണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. സ്റ്റോൺ എടുക്കാം, എവിടെ നിർത്തോ? അമ്പലം ഉണ്ട് തോന്നുന്നു. അതെ, ഇതൊരു അമ്പലമാണ്. ഫ്രണ്ടിലൊരു അമ്പലം. ഈ അമ്പലത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഈ ലേക്ക് വരുന്നത്. ഫിഷ് ഉണ്ടോന്നോ നോക്കിയിറങ്ങും. കാല് നനയ്ക്കാൻ അല്ലേ, കാല് നനയ്ക്കാനുള്ള പരിപാടിയല്ലേ? ഷൂരണേ, ആ ഷൂരിക്കോ, ഷൂരിട്ടിടാനൊക്കെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ്. സോക്സ് Liam, I'll help you. Lottie. Fish ഉണ്ടോ? Fish. ഓയോ വാട്ടർ. ഇത് തണുത്തതാണ്. കഴിഞ്ഞു.
കേറിക്കോ, തണുക്കണ്ട്. നല്ല കാറ്റാണ്. നമുക്ക് ഈ ആൽത്തറയിൽ ഇങ്ങനെ ആ കാറ്റും കൊണ്ടിരിക്കാൻ നല്ല സുഖമായിരിക്കും. പിന്നെ ഇവിടെ ചേർന്നൊരു അമ്പലമുണ്ട്. ഈ ഈ ഭാഗത്തായിട്ട് വേറൊരു വലിയൊരു അമ്പലം കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അതൊക്കെയാണ്. പിന്നെ ആ സൈഡും ഒരു ആൽത്തറയുണ്ട്. അങ്ങനെ 2 സൈഡ് ആൽത്തറ, ഒരു ചെറിയ അമ്പലം, പിന്നെ ഈ കാണുന്ന ലേക്ക്. നല്ല സ്ഥലമാണ്, പക്ഷേ വളരെ പുവർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുക. അവർ രണ്ടുപേരും വെള്ളത്തിൽ നിന്ന് ഇതുവരെ കയറിയിട്ടില്ല. ആ ലേക്കിൻ്റെ അവിടെ നിന്ന് തന്നെ നല്ല വ്യൂ ആണ്. കിടു സ്ഥലം. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ടൂറിസ്റ്റൊക്കെ വന്ന് അടിപൊളിയാക്കും. നമ്മൾ ബൈക്ക് ദേ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ നടന്നു വന്നു. ഈ തളിയിൽ എപ്പോഴും ഇതുപോലൊരു കാറ്റും ഇങ്ങനൊരു ക്ലൈമറ്റാണെന്ന് പറയണത്. ഇന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോഴേ നമുക്ക് ഇങ്ങനൊരു ക്ലൈമറ്റ് കിട്ടുന്നതുകൊണ്ട് അറിഞ്ഞൂടാ എപ്പോഴും ഇവിടെ ഇങ്ങനെയാണോന്ന്. പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ ഭയങ്കര കാറ്റ്. നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഇലകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ശരിക്കും ഇങ്ങനെ വിറച്ചേക്കുക, കയ്യൊക്കെ ഒരുവിധം മരവിച്ച് ഇങ്ങനെ നിൽക്കുക. എന്താ കുട്ടി ചെയ്തതെന്ന് എനിക്കറിയില്ല. അരിപ്പൊടി പോലെ എന്തോ അവിടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇട്ടിട്ടു. തണുക്കണില്ലേ? അവന് തണുക്കണം. ഫിഷ് ഉണ്ടല്ലോടാ. ഇവിടുന്ന് പോകാൻ തോന്നില്ല, നല്ല സുഖമുണ്ട്, നല്ല കാറ്റ്. നല്ല തണുപ്പ്. തണുക്കണ്ടോ ലിയാമിന്? ഞങ്ങൾക്ക് ജാക്കറ്റൊക്കെ ഇട്ടുണ്ട്. ലിയാമോ ഇത് കിടന്ന് വിറയ്ക്കണ്, പൂത്തിരിക്കുന്നു. ജാക്കറ്റ് ഇട്ടിട്ട് വരണം എന്ന് പറയണേ, ഒക്കെ അവിടെ ഊരി വെച്ചു. ഒരു സ്മൈലി കൊടുത്തേ, ഹായ് പറ. ചെറിയ അമ്പലം, ഇത് തന്നെ അമ്പലമാണോ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ കുറച്ച് ഇത് കാണുന്നുണ്ട്. ഡക്കല്ലടാ അത്, അതിനെന്താ പറയാ കുഞ്ഞ്? ഡക്കല്ല, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. കൈൻഡ് ഓഫ്. ഇവിടെ അങ്ങനെ ആരും ഇറങ്ങി കുളിക്കുന്ന ഒരു സ്ഥലമൊന്നും അല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വരത്തില്ല. ഇതിങ്ങനെ കുളവാഴയൊക്കെ ആയിട്ട്, കുളവാഴ അല്ലേ, കുളവാഴയല്ലേ ഇത്, ഒക്കെ നിറഞ്ഞിരിക്കുക. ലേക്ക്, ഒരു മിനിറ്റ്, ലേക്ക് ഫുള്ള് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക. എന്നാലും എന്താ പറയുക, ആ ക്ലൈമറ്റിനെ അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. നല്ല പ്രകൃതി ഒരുക്കിയ നല്ല കാഴ്ചകളൊക്കെ കളയുകയാണ്. നമ്മളിതൊക്കെ അറിയുന്നത് ഇങ്ങനെ റൈഡ് ചെയ്യാൻ വരുന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മളിതൊന്നും അറിയത്തില്ല. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് മുകളിലെത്തി. ഈ ലേക്കിൻ്റെ സൈഡിലുള്ള ഒരു ടെമ്പിളാണ്. പോയാലോ? അപ്പോൾ നമ്മളിനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. മെയിൻലി ഫുഡ് കഴിക്കണം. ഇനി സമയം പോകണത് മൊത്തം അവിടെ ആയിരിക്കും.